ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നതിനാൽ ഞാൻ നന്ദിയോടുകൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. പകലിലെ മണിക്കൂറുകൾ നാം ദൈവസന്നിധിയായിരിക്കുന്നത് അത് അനുഗ്രഹമാക്കി നന്മയാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ വേറെ എങ്ങും നമുക്ക് ആശ്രയിപ്പാൻ, ഓടിച്ചെല്ലുവാൻ, നമ്മുടെ കാര്യങ്ങളെ തുറന്ന് പറയുവാൻ നമുക്ക് വേറെ സ്ഥലമെങ്ങും ഇല്ലാതിരിക്കുമ്പോൾ ദൈവസ്ഥനെ അടുത്ത് എന്ന് പറയുമ്പോൾ ദൈവം അതിന് വഴികളെ തുറക്കുമെന്ന് തിരുവചനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 49-50 വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു പിന്നെയും ഗലീലയിലെ കാനാവിൽ വന്നു എന്ന് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഗലീലയിലെ കാനാവെന്ന് എടുത്തു പറയുന്നത് കാനാവ് 2 ഉണ്ട്. അതുകൊണ്ടാണ് സ്ഥല വ്യത്യാസപ്പെടാതെ മനസ്സിലാകേണ്ടതെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഗലീലയിലെ കാനാവിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നിട്ടുള്ളതാണ് എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത് ഒരു രാജഭൃത്യൻ്റെ മകൻ രോഗിയായി മരണാസനത്തിലായിരിക്കുമ്പോൾ ആ രാജ്യഭൃത്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നതായും ആ കർത്താവിനോട്, കർത്താവേ, എൻ്റെ മകൻ വളരെ കഷ്ടത്തിലായിരിക്കുകയാണ്, വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞതായി നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. രാജഭക്തൻ അവനോട് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെയും കർത്താവ് താമസിച്ചപ്പോൾ രാജഭൃത്യൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ മകൻ മരിച്ചു പോകും, അതുകൊണ്ട് അതിന് മുൻപേ വന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ പോക, നിൻ്റെ മകൻ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ ആ രാജഭൃത്യൻ അത് വിശ്വസിച്ചു. ദൈവമക്കളെ, ദൈവം പറയുന്ന ഏത് കാര്യവും നമ്മോട് എപ്പോൾ പറഞ്ഞാലോ, എവിടെ വെച്ച് പറഞ്ഞാലും, ഏത് സമയത്ത് പറഞ്ഞാലും അത് വിശ്വസിച്ച് നാം പോയാൽ നമ്മുടെ പ്രശ്നങ്ങളെ ദൈവം പൂർണ്ണമാക്കി പരിഹരിക്കുമെന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ആ രാജഭൃത്യൻ കടന്നു പോകുമ്പോൾ ആ രാജഭൃത്യൻ്റെ വേലക്കാർ വന്ന് പറയുകയാണ്, ആമേൻ, യജമാനനെ, മകൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എപ്പോഴാണ് സൗഖ്യമായത്? അപ്പോൾ സമയമൊക്കെ പറഞ്ഞപ്പോൾ ആ രാജഭൃത്യൻ പറയുകയാണ്, ഇന്നലെ എൻ്റെ യേശു പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ കുഞ്ഞിന് സൗഖ്യം വന്നു. ദൈവമക്കളെ, ദൈവം നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിപ്പാൻ, ഏത് സമയത്തും പരിഹരിപ്പാൻ, എപ്പോഴും നിന്നെ സൗഖ്യമാക്കുവാൻ, ആർക്കും സൗഖ്യമാക്കാത്ത വിടുതൽ ദൈവത്തിന് തരുവാൻ കഴിയുമെന്ന് ഈ വചനത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൈവ അത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തി ദൈവമാകിയാൽ സ്തോത്രം. കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കുക, സ്തോത്രം. മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കട്ടെ. രക്ഷകൻ്റെ അൻപുള്ള നാമത്തിൽ വേടിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ, ആമേൻ.